നോമ്പ് ചിന്തകൾ 3-ാം ഞായർ. വിശുദ്ധ മത്തായി സുവിശേഷം 6-ാം അധ്യായം 1 മുതൽ 8 വരെയും 16 മുതൽ 18 വരെയും തിരുവചനങ്ങൾ. ഈശോയിൽ സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷം ദാനധർമ്മം, പ്രാർത്ഥന, ഉപവാസം ഇവയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു. യഹൂദ മതജീവിതത്തിലെ കാതലായ ഈ 3 പ്രധാന ആചാരങ്ങളുടെ ശരിയായ അർത്ഥം എന്താണ് എന്നാണ് ഈശോ ഇവിടെ പഠിപ്പിക്കുന്നത്. നാം ചെയ്യുന്ന നന്മ പ്രവൃത്തികൾ വലിയ ബഹളങ്ങളുടെ മധ്യേ ചെയ്യുന്നതും പ്രദർശിപ്പിക്കുന്നതും മനുഷ്യ പ്രശംസയ്ക്ക് വേണ്ടി ആകുന്നതുമെല്ലാം വെറും മാനുഷികമാവുകയാണ്. എന്നാൽ ബാഹ്യപ്രവൃത്തികളേക്കാൾ ഹൃദയത്തിൻ്റെ ഉദ്ദേശശുദ്ധിയും നന്മയുമാണ് ദൈവഹിതം. അതുകൊണ്ടാണ് പ്രാർത്ഥിക്കുമ്പോൾ അതിഭാഷണം ചെയ്യുന്നതിനെയും ഉപവസിക്കുമ്പോൾ വിഷാദം ഭാവിക്കുന്നതിനെയും ദാനധർമ്മം ചെയ്യുമ്പോൾ കാഹളം മുഴക്കുന്നതിനെയുമെല്ലാം ഈശോ പ്രത്യേകം സൂചിപ്പിക്കുന്നത്. വിശ്വാസത്തിൻ്റെ ആഴവും ഭക്തിയുടെ സത്യസന്ധതയും ആണ് ദൈവത്തിന് പ്രധാനം. ദൈവം എല്ലാം കാണുന്നവനാണ്, ദൈവം അറിയുന്നവനാണ്, ദൈവം പ്രതിഫലം നൽകുന്നവനാണ്. നമ്മുടെ ഹൃദയഭാവം ശുദ്ധമാകട്ടെ, പ്രാർത്ഥന വിശുദ്ധമാകട്ടെ, ദാനങ്ങൾ പുണ്യമായി മാറട്ടെ. ഇന്നത്തെ ആധുനിക സാമൂഹ്യ മാധ്യമ യുഗം ലൈക്കിനും ഷെയറിനും വേണ്ടി എല്ലാം പങ്കിടുകയും പ്രദർശിപ്പിക്കുകയും ചെയ്യുകയാണ്. ഇവിടെയാണ് ഈശോയുടെ വാക്കുകൾ പ്രസക്തമാകുന്നത്. മറ്റുള്ളവരെ കാണിക്കാൻ അവരുടെ മുമ്പിൽ നിങ്ങളുടെ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ, അല്ലെങ്കിൽ സ്വർഗസ്ഥനായ പിതാവിങ്കൽ നിങ്ങൾക്ക് പ്രതിഫലമില്ല. ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ദാനധർമ്മത്തിൻ്റെയും പ്രത്യേക നാളുകളാണല്ലോ നോമ്പുകാലം. ഈ നോമ്പുകാലത്ത് ഈശോ ആഗ്രഹിക്കുന്ന ആത്മീയ ചൈതന്യത്തോടെ ഇവ അനുഷ്ഠിച്ച് ദൈവപിതാവിൻ്റെ പക്കൽ പ്രതിഫലം നേടാൻ നമുക്കും ശ്രമിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ.